ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരവും ക്രീമിയുമായ ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ബ്രെഡിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പുരട്ടി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൽ ഈർപ്പമൊക്കെ ഒന്ന് വലിയുന്ന വരെ ഒന്ന് വഴച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ ഈർപ്പം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റിന്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ക്രീമോ കാഷ്നട്ട് പേസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. നമുക്ക് കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് പിന്നെ പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ, അത് പറയാൻ മറന്നു. ഏതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു പകുതി വേവായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാല്, രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം തേങ്ങാപ്പാലിന് രണ്ടാം പാലില് നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിലൊന്ന് വെന്ത് ഈ ചിക്കനും കിഴങ്ങും ഒക്കെ കൂടെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ മൂപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാനില് കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ കറി വെള്ള കളറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കാറില്ല. അപ്പം മല്ലിപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് കൂടെ ചേർത്ത് അവസാനം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ ഇടണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലൊന്ന് കുറച്ച് വറവ് കൂടെ താളിച്ചൊഴിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഫ്രഷ് ക്രീമോ കാഷ്നട്ട് പേസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പൊ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ രുചികരമായ ക്രീമി ചിക്കൻ സ്റ്റൂ തയ്യാറായി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അറ്റാറ്റ. അപ്പൊ ഞാൻ ആ കറി വെന്തപ്പോഴത്തേക്കും നമ്മള് കഴിച്ചു നോക്കിയത് ബ്രെഡിന്റെ കൂടെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ സ്റ്റൂ പോലത്തെയൊക്കെ ബ്രെഡിന്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ കറി റെഡി ആയപ്പോഴത്തേക്കും ബ്രെഡിന്റെ കൂടെ നമ്മുടെ ചിക്കൻ സ്റ്റൂവും കൂട്ടി കഴിച്ചു നോക്കുവാണ്. നമുക്ക് ഈ കറി നമ്മളെ ബ്രെഡിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല നല്ല കോമ്പിനേഷനാണ്. എന്തിന്റെ കൂടെ ആണെങ്കിലും കോമ്പിനേഷനാണ്. ചിലര് ചോറിന്റെ കൂടെ വരെ കഴിക്കുന്നവരുണ്ട്. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് ഉണ്ടാകും.